ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നിൽ മറ്റ് ചില നിഗൂഢതകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാമല്ലേ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. BBC നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു അഭിമുഖത്തിൽ UN സമാധാന മനുഷ്യാവകാശങ്ങളുടെ UN ഹൈ കമ്മീഷണർ ആണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വോൾക്കർ ടർക്ക് എന്നാണ്. അദ്ദേഹമാണ് BBC കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ എങ്ങനെയാണ് പുറത്താക്കിയത്, അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു, എന്തൊക്കെ കാരണങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് UN-നും അതിനകത്തൊരു പങ്കുണ്ട് എന്നാണ്. അതായത് ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ ഇത്ര നാളും കരുതിയിരുന്നത് അമേരിക്കയുടെ ഇടപെടലും ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലും ജോർജ് സോറോസിൻ്റെ ഇടപെടലും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ അതിനകത്ത് ഒരു പങ്ക് UN-ലെ ചില ഉദ്യോഗസ്ഥരും UN-ൻ്റെ ചില പ്രത്യേക വിഭാഗങ്ങളും ഒക്കെ അതിൽ ഏർപ്പെട്ടു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇദ്ദേഹം എന്തായാലും UN-ൻ്റെ തന്നെ ഭാഗമായി ഹൈക്കമ്മീഷണർ, മനുഷ്യാവകാശ വിഭാഗത്തിൻ്റെ ഹൈക്കമ്മീഷണറായിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അവിടുത്തെ ഈ ബംഗ്ലാദേശിലെ തീവ്ര വിഭാഗങ്ങളുണ്ടല്ലോ, ആ തീവ്ര വിഭാഗങ്ങൾ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നതെന്ന്. ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് കോടതി പറഞ്ഞ ഒരു സംവരണ വിഷയത്തെ ചൊല്ലി അവിടെ വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുന്നത്. അപ്പോൾ അതിനകത്ത് കടന്നുകൂടിയത് അൽ ഖ്വയ്ദ, ISIS, ഹിസ്ബുൾ തഹ്രീർ എന്ന് പറയുന്ന ബംഗ്ലാദേശിലൊരു സംഘടന, അതുപോലെ ഹമാസിനും അതിൽ പങ്കുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ വെളിപ്പെടുത്തലിൽ. അങ്ങനെയുള്ള ഇവരെല്ലാവരും ചേർന്ന് ഇതിനെ ഒരു വലിയ അക്രമ സമരമാക്കി മാറ്റി ഷെയ്ഖ് ഹസീനയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുപോയി. ആ സമയത്ത് ഈ UN-ലെ ചില ഉദ്യോഗസ്ഥർ, UN-ലെ ചില വിഭാഗങ്ങളുടെ തലവന്മാർ ഒക്കെ ബംഗ്ലാദേശ് സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഈ അക്രമത്തെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്, ഈ അക്രമത്തെ നിരായുധീകരിക്കരുത്, അക്രമികളെ നേരിടരുത് എന്ന് സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു എന്നാണ്. ഈ ബംഗ്ലാദേശിലെ സൈന്യം UN-നെ പല കാര്യങ്ങളിലും ആശ്രയിക്കുന്നുണ്ട്, നമുക്കറിയാം. UN-ൻ്റെ സഹായമില്ലാതെ അവർക്ക് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾക്ക് അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ സഹായം അവർക്ക് കൂടിയേ തീരുള്ളൂ. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് അവിടുത്തെ സൈന്യം, അവിടെ രണ്ട് വിഭാഗങ്ങളായി സൈന്യം തിരിഞ്ഞു. ഒരു വിഭാഗം ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ മറുവിഭാഗം ഈ പറഞ്ഞതുപോലെ ഈ അക്രമകാരികളായ പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷെ അങ്ങനെ സൈന്യം രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ഒരു വിഭാഗം ഇവരെ പിന്തുണയ്ക്കാനുള്ള കാരണം UN-ൻ്റെ ഇടപെടലാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹം BBC നൽകിയ അഭിമുഖത്തിൽ വോൾക്കർ ടർക്ക് പറയുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അത് ഈ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റുമായിട്ട് മാത്രമല്ല, ജോർജ് സോറസുമായിട്ട് മാത്രമല്ല, ഈ മുഹമ്മദ് യൂനസ് അടക്കമുള്ളവർക്ക് ബന്ധം, ഒപ്പം ഈ UN ഹ്യൂമൻ റൈറ്റ്സ് ലീഡർഷിപ്പുമായിട്ടും വളരെ അടുത്ത ബന്ധം ഇവർ പുലർത്തുന്നു. അതുപോലെ തന്നെ ഹിലാരി ക്ലിൻ്റനുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിനെ ശിഥിലീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഏറെ നാളായി ഈ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറസും UN-ലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചിരുന്നു എന്നാണ് ടർക്കിൻ്റെ വെളിപ്പെടുത്തൽ. നിസ്സാരമല്ല അത്. ഒരു UN-ലെ ഒരു ഉയർന്ന ഹൈക്കമ്മീഷണർ ആയിരിക്കുന്ന ഒരാളാണ് ഇത് പറയുന്നത്. അതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ടെന്നുള്ളതാണ്. അതെ, അത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇദ്ദേഹം ഇത് പറഞ്ഞു? ഇത് 2025 മാർച്ച് 5, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 5 ദിവസങ്ങൾക്ക് മുമ്പ് BBC-ക്ക് അനുവദിച്ചൊരു ഹാർഡ് ടോക്ക് പ്രോഗ്രാം, ആ അഭിമുഖത്തിന് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് ഹാർഡ് ടോക്ക്. ആ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യകർത്താവ് ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ഗാസ, സുഡാൻ, ഉക്രൈൻ തുടങ്ങിയ യുദ്ധമേഖലകളിലെ നിങ്ങളുടെ പ്രവർത്തനം, UN-ൻ്റെ ഇടപെടൽ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യവും അതിലെ വൈരുദ്ധ്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതിൻ്റെ എല്ലാം പുറകിൽ ഒരു രാജ്യാന്തര ഇടപെടൽ, ഒരു അന്താരാഷ്ട്ര ഇടപെടലുണ്ട്. ചില പുറമേ നിന്ന് ചില ബാഹ്യശക്തികൾ ഈ യുദ്ധമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നു
എന്നൊക്കെ. നമുക്കറിയാലോ, യുക്രൈനെ ആയുധം കൊടുത്ത് സഹായിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സർക്കാരാണ്. അപ്പോൾ അതൊക്കെ പുറത്തു വന്ന വിവരങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു ചോദ്യത്തിന് മറുപടി പറയവേ ആണ് ഈ ടർക്ക് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളോട് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ബംഗ്ലാദേശാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ, ആഗസ്റ്റ് 5-ാം തീയതി എന്തോ ആണല്ലോ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ആ സമയത്ത് ഈ അവിടെ വലിയ തോതിൽ ഈ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ടോടേണ്ടി വന്നു. അതിന് കാരണമായിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഇടപെടലാണ്. ഇങ്ങനെ സൈന്യത്തെ നിരായുധീകരിക്കുകയും അല്ലെങ്കിൽ സൈന്യത്തെ നിർജീവമാക്കുകയും പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തേണ്ടതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സൈന്യം നിർലജ്ജം സൈന്യത്തിൻ്റെ കടമകൾ നിർവഹിക്കാതെ സൈന്യം അവിടെ മൗനം പാലിച്ചു. സൈന്യം ഒരു ആക്ഷനും എടുത്തില്ല. ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് സൈന്യം വിചാരിച്ചാലാണോ ഈ അക്രമം അടിച്ചമർത്താൻ സാധിക്കാത്തത്? അതിന് അവരെ അനുവദിച്ചില്ല. അതിന് ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇടപെട്ടു എന്നാണ് ടർക്ക് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ മുഹമ്മദ് യൂനസ് ഈ പുതിയ ചീഫ് അഡ്വൈസറായിട്ട് സ്ഥാനമേറ്റല്ലോ. അങ്ങനെ ഏറ്റപ്പോൾ സൈന്യം ഇയാളോട് പറഞ്ഞത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാരിനെ അധികാരത്തിലേറ്റണം. കാരണം സൈന്യം 2 വിഭാഗമായിട്ട് നിൽക്കുകയാണ്. കൂടുതൽ അപകടത്തിലേക്ക് പോയാൽ ഈ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടും, 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. അത് കൂടുതൽ അപകടം വരുത്തും. ബംഗ്ലാദേശ് പരിപൂർണമായിട്ടും ശിഥിലമാകും. അങ്ങനെ വരുത്താതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം, സൈന്യം ആവശ്യപ്പെട്ടത്. പക്ഷേ യൂനസ് ഇപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഇതാ സൈന്യം 2025 ഡിസംബർ വരെ സമയം കൊടുത്തിരിക്കുകയാണ്. 2025 ഡിസംബറിനകത്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാർ അധികാരത്തിലേറിയിരിക്കണം. ഇല്ലെങ്കിൽ സൈന്യം ഇടപെടും എന്ന് വളരെ കർശനമായ നിർദ്ദേശം സൈനിക മേധാവി കൊടുത്തിട്ടുണ്ട്, കരസേനാ മേധാവിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വോൾക്കർ ടർക്കിൻ്റെ ഈ വെളിപ്പെടുത്തൽ, അതിനെക്കുറിച്ച് ഇത് കള്ളമാണെന്നൊക്കെയുള്ള രീതിയിലും ഒക്കെ വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. ഇത് തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾ ഈ ജോർജ് സോറോസിൻ്റെ പേറോളിൽ ഈ നമ്മൾ പറയുമല്ലോ മാസപ്പടി എന്ന് പറയുന്നത്, മാസപ്പടി പതിറ്റാണ്ടുകളായിട്ട് വാങ്ങുന്ന ഒരാളാണ് എന്ന ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഹിലാരി ക്ലിൻ്റനും മുഹമ്മദ് യൂനസും ഈ ജോർജ് സോറസുമായിട്ടുള്ളൊരു ത്രികോണ ബന്ധത്തെക്കുറിച്ച് ഈ ടർക്ക് വളരെ വാചാലനാകുന്നുണ്ട് ഈ വിഷയത്തിൽ. എന്തായാലും ഈ ഒരു ഇസ്ലാമിക് ജിഹാദി ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഇടപെടലിന് വലിയ തോതിൽ പണവും മറ്റ് സൗകര്യങ്ങളും നൽകി അമേരിക്ക, ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ളവർ സഹായിച്ചു. അതിന് UN ചൂട്ടുപിടിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്തായാലും ഷെയ്ഖ് ഹസീന വളരെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതൊരു പക്ഷേ ഈ സൈന്യം തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുക, അവർക്കൊരു പോറൽ പോലും, കാരണം അവരൊരു വലിയ നേതാവാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അവരേതാണ്ട് 70% പിന്തുണ, ജനങ്ങളുടെ പിന്തുണ അവർക്കുണ്ട്. ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതിന് ശേഷം പോലും നടത്തിയ ചില സർവേകളിൽ ഷെയ്ഖ് ഹസീനയ്ക്കാണ് പിന്തുണ, അവാമി ലീഗിനാണ് പിന്തുണ. ഇവിടെ ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയുണ്ട്, നമുക്കറിയാം, മറ്റേ ബീഗം ഖാലിദ, അവരുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുണ്ട്. അവരും പണ്ടവിടെ ഭരിച്ചിരുന്നവരാണ്. പക്ഷെ അവർക്ക് അത്രയും പിന്തുണ കിട്ടുന്നില്ല. അവർക്ക് ഈ സർവേയിലടക്കം അവർ വളരെ പുറകിലാണ്. അപ്പോൾ അത്രയേറെ പിന്തുണ അവർക്കുള്ള സ്ഥിതിക്ക് സൈന്യത്തിന് അത് തള്ളിക്കളയാൻ സാധിക്കില്ല. സൈന്യം അതുകൊണ്ട് തന്നെ വളരെ കർശനമായൊരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. വരുന്ന ഡിസംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി ആരാണോ ജയിക്കുന്നത് അവരെ അധികാരം ഏൽപ്പിക്കണം. നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ഇരുന്ന് സുഖിക്കാനുള്ളൊരു ഏർപ്പാടല്ല ഇത് എന്ന് മുഹമ്മദ് യൂനസിനോട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു സൈന്യം. എന്തായാലും ഈ ടർക്കിൻ്റെ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. BBC-യിലും കൂടിയാണ് വന്നത്. ഇത് മറ്റേതെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് BBC-യിൽ വളരെ കൃത്യമായിട്ട് ഇൻ്റർവ്യൂ വരികയും അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തോതിൽ വിമർശനങ്ങളും അനുകൂലമായ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ വിഷയത്തിൽ, ടർക്കിനെ അനുകൂലിച്ച്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, വളരെ മുമ്പ് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും ജോർജ് സോറസിൻ്റെയും ഇടപെടൽ, അതിൽ ഹിലാരി ക്ലിൻ്റനും കൂടെ പങ്കുണ്ട്. അതുപോലെ UN, ഐക്യരാഷ്ട്രസഭയിലെ ചില ഉദ്യോഗസ്ഥർക്കും ചില വിഭാഗങ്ങൾക്കും
മനുഷ്യാവകാശ വിഭാഗം ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് ഏറ്റവും പുതുതായിട്ട് ഈ ടർക്കിൻ്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ത്യ എല്ലാ കാലത്തും നമ്മുടെ നയതന്ത്രം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരുന്നു. നമ്മൾ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായ സമയം തൊട്ട് തന്നെ നമ്മളിത് പറഞ്ഞിരുന്നു. ഒപ്പം ഷെയ്ഖ് ഹസീനയ്ക്ക് സുരക്ഷിതമായൊരു താവളം, അഭയം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ സൈന്യമൊക്കെ നിർജീവമായിരിക്കുന്ന അവസ്ഥയിൽ പ്രക്ഷോഭകർ എന്തും ചെയ്യാൻ മടിക്കില്ല. നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയിലൊക്കെ പ്രസിഡന്റിന്റെ വീടൊക്കെ കയറി ആക്രമിച്ച് തല്ലി തകർത്ത് അതേ ആൾക്കാർ ഈ ഷെയ്ഖ് ഹസീനയുടെ വസതിയും കൊള്ളയടിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. ഈ പ്രക്ഷോഭകാരികൾ അവരുടെ വീട് തകർത്ത് വീട്ടിനുള്ളിൽ കടന്ന് കൊള്ളയടിക്കുന്നു, അവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ. ഒരു പക്ഷെ അവരെ കൈ കിട്ടിയിരുന്നെങ്കിലോ അവരെയും തീർക്കുമായിരുന്നു. എന്തായാലും അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോകാതെ വളരെ സുരക്ഷിതമായി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തുകയും ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് അഭയം കൊടുക്കുകയും ചെയ്തു. എന്നു മാത്രമല്ല, ബംഗ്ലാദേശിലെ ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നു ഇന്ത്യ. ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ അതിർത്തികളെല്ലാം വളരെ സുരക്ഷിതമാക്കി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ പറയുന്ന ആൾക്കാരെ, ഈ ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് കൃത്യമായിട്ട് പിടികൂടി ഡീപ്പോർട്ട് ചെയ്യണം. അതിലേക്കുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ ക്ലീൻ പോലെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.